ഹലോ, എല്ലാരും കാണണില്ലേ ഇത്? ഹലോ ഹലോ ഹലോ, കാണാം. കാണാലോ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇനി കൂടുതൽ സംസാരിക്കണമെന്നില്ല, നോട്ട് ആരും വെച്ചിട്ടില്ല. അത് റെക്കോർഡായിട്ട് ഇങ്ങനെ കിടക്കൂടെ. എനിക്ക് എന്തൊരു ആവശ്യം വന്നാൽ ഞാൻ അതായിരിക്കും ഉപയോഗിക്കാൻ പോണത്. നിങ്ങളുടെ അറ്റൻഡൻസും എന്ത് കാര്യമാണ്. സ്ഥിരമായിട്ട് ആദിത്യൻ ജയൻ, ആഷിഖ് ജോസ് അങ്ങനെ കുറച്ച് പേര് വരണം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു, നമ്മൾ പഠിച്ചത് ഒരു കാർനോട്ട് സൈക്കിളാണ്. അതായത് ലോകത്തുള്ള ഏത് തെർമൽ എഞ്ചിനും വർക്ക് ചെയ്യാൻ പറ്റണല്ല, ഐഡിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ. അപ്പൊ അത് പ്രാക്ടിക്കൽ ആയിട്ട് അതിന് പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ എന്തിനാണ് അത് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് മാക്സിമം എഫിഷ്യൻസി ഉള്ള ഒരു സൈക്കിള് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും കുറവ് എഫിഷ്യൻസി ഉള്ളതായിരിക്കും ബാക്കിയുള്ളത്. അപ്പൊ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് വേണ്ടിയാണ് ഈ കാർനോട്ട് സൈക്കിൾ ഉപയോഗിക്കുക. അപ്പൊ കാർനോട്ട് സൈക്കിൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടുപിടിച്ച സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ, പ്രാക്ടിക്കൽ സൈക്കിൾ. അതായത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, രണ്ട് അഡയബാറ്റിക്കും രണ്ട് ഐസോ തെർമലും ഒരിക്കലും പോസിബിൾ അല്ല ഒരുമിച്ച് കൊണ്ടു നടക്കുക. അപ്പൊ അടുത്ത ആൾക്കാർ വേറെ രീതിയിൽ ചിന്തിക്കും. വേറെ ഏത് സൈക്കിളുകൾ മാറ്റി, അതായത് വേറെ പ്രോസസ്സുകൾ ഏതെങ്കിലും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ഓട്ടോ സൈക്കിൾ ഡിസൈൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഓട്ടോ സൈക്കിളിന് എന്താണേലും കാർനോട്ട് സൈക്കിളിനേക്കാൾ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. അപ്പൊ എങ്ങനെ പോയാൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച നോക്കി. കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് 36 വരെ മാക്സിമം എഫിഷ്യൻസി കിട്ടും. അപ്പൊ ഓട്ടോ സൈക്കിൾ എന്തായാലും അതിനേക്കാൾ എഫിഷ്യൻസി കുറവായിരിക്കും. Auto cycle is a theoretical cycle of spark ignition engine. Auto cycle consists of four reversible process heat supplied rejected at a constant volume and expansion compression take place adiabatically. അപ്പൊ രണ്ട് ഐസോതെർമൽ നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയിട്ട് ഇതിൽ മോഡിഫൈ ചെയ്തു. അപ്പൊ എടാ, ഞാൻ പറയണ കേൾക്കണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഹലോ ഹലോ കേക്കാം സാർ. കേൾക്കാം, കേക്കാം സാർ. പക്ഷെ എന്താണ് മനസ്സിലാവുന്നില്ല, അതാണോ? മനസ്സിലാവുന്നുണ്ട് ഒരുവിധം. ഇതൊന്നും മനസ്സിലായോ? അങ്ങനെ കേട്ടോ. അപ്പൊ സാധാരണ നമ്മൾ ഓട്ടോ സൈക്കിള് 4 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യണ ഇതൊക്കെ ഉണ്ട്. പ്രോസസ്സുകൾ ഏതൊക്കെയാ ഏതൊക്കെയാടാ ഓട്ടോ സൈക്കിൾ വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യണ സൈക്കിൾ ഏതൊക്കെയാ? സൈക്കിളല്ല, സക്ഷന് പ്രോസസ്സുകൾ. കംപ്രഷൻ, കമ്പസ്റ്റൻ. സക്ഷൻ, കമ്പസ്റ്റ്യൻ. സെക്ഷൻ കമ്പസ്റ്റൻ ആണോ? സെക്ഷൻ സെക്ഷൻ എന്ന് പറയുമ്പോ എന്താണ് സംഭവിക്കുന്നത്? പിസ്റ്റൺ താഴേക്ക് വരും അല്ലെ, അതിനകത്തേക്ക് എയർ കയറും അല്ലെ. ആ അത് ആ ആ കഴിയുമ്പോഴത്തേനും പിസ്റ്റൺ മുകളിലേക്ക് പോകും. അവിടെ എന്താ സംഭവിക്കുക? കംപ്രഷൻ നടക്കും. കംപ്രഷൻ. പിന്നെ സ്പാർക്ക് ഇഗ്നേറ്റ് ചെയ്യുമ്പോഴത്തേനും അവിടെ കമ്പസ്റ്റൻ നടക്കും. നാലാമതായിട്ട് എക്സോസ്റ്റ് നടക്കും. ആ 4 പിസ്റ്റന്റെ മൂവ്മെന്റുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1 2 2 2 to 3 3 to 4 4 to 5. കണ്ട? 4 to 1 കണ്ട? 1 to 2 സക്ഷൻ, 2 to 3 കംപ്രഷൻ, 3 to 4 കമ്പസ്റ്റൻ, 4 to 1 എക്സോസ്റ്റ്. അപ്പൊ ഇതിന്റെ പി വി ഡയഗ്രം, ടി എസ് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഹലോ, ഇതിപ്പോ പറഞ്ഞവനെങ്കിലും ആണെന്നെങ്കിലും പറയണം, നല്ലത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. 26. അതെ, കുറച്ച് ആൾക്കാരുണ്ട്. ഇതാണ് ഈ ടോം ക്രൂസ് എന്ന് പറയുന്നത്. ടോം ക്രിസ്റ്റണോ? ഹലോ, ആരൊക്കെയാണ് ഈ ടോം ക്രൂസ്? പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആരുടെ ടോം ക്രൂസ്? ഹലോ,
ഈ പ്രോസസ്സുകൾ നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കും. അതിൽ കണ്ട പ്രഷർ വോളിയം ഡയഗ്രത്തിൽ നമ്മൾ പ്രഷറിന് ഒരു ആക്സിസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഹലോ, കേക്കണ്ടല്ലോ? അപ്പൊ ഈ പ്രഷറിന്റെ ഈ ആക്സിസ് ഇത് ഇവിടെ എന്തായിരിക്കും? ഇനി ഈ മൗസ് പോയിന്റ് കാണിച്ചിരിക്കുന്ന ആ ഭാഗത്ത് പ്രഷർ എത്രയായിരിക്കും? പ്രഷർ എത്രയായിരിക്കും ഇവിടെ? നിങ്ങളൊരു ചാർട്ട് വരയ്ക്കുമ്പോഴത്തേന് ഈ കോർണറിലെ പോയിന്റ് എന്തായിരിക്കും? 0. അപ്പൊ ഈ 1 എന്ന് പറയുന്ന അവിടെ പ്രഷർ എന്തായിരിക്കും? 1. എഞ്ചിൻ വർക്ക് ചെയ്യണത് ഏത് പ്രഷറിലാണ് വർക്ക് ചെയ്യണത്? എഞ്ചിൻ സാധാരണ എഞ്ചിൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിലല്ലേ ഇരിക്കണത്. ഹലോ, അപ്പൊ ഈ 1 എന്ന് പറയണ ഈ ഭാഗത്ത് പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് ആയിരിക്കും. അതിന്റെ ഉള്ളിലേക്ക് അപ്പൊ ഇപ്പൊ കണ്ട പിസ്റ്റന്റെ ഉള്ളിൽ എത്ര അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും? പിസ്റ്റന്റെ ഉള്ളിൽ എന്തായിരിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ? എന്തുണ്ടാവൂടാ? സിലിണ്ടറിനകത്ത് എന്തുണ്ടാവും? 1 ഉണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? അപ്പൊ ഇവിടെ നിന്ന് വേണ്ടില്ലേ, പിസ്റ്റൺ താഴേക്ക് വരുമ്പോഴത്തേനും എന്താ, എയർ ഇതിനകത്തേക്ക് കയറും. ഓക്കെ, എയർ കയറില്ലേ? 1 to 2, 2 to 3 എന്ന് പറയുമ്പോഴത്തേനും കംപ്രഷൻ ആണ്. കണ്ട, വീണ്ടും പ്രഷർ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഈ സാധനം കംപ്രസ് ആവുന്നത് അല്ലേ? അവിടെ നിന്ന് പിന്നെ എന്താ 3 എത്തുമ്പോഴത്തേനും കമ്പസ്റ്റ് നടക്കുമ്പോഴത്തേനും എന്താ സംഭവിക്കുക? ആ പ്രഷർ ഡൗൺ ആവും, കുറയൂലേ? വോളിയം കുറഞ്ഞ് പ്രഷർ ഡൗൺ ആവും ഇല്ലേ? 4 to 1 എക്സോസ്റ്റ്. ഓക്കെ അല്ലേ? ഹലോ ഹലോ, ഓക്കെ സാർ. ഇവിടെ ഒരു ക്യൂ ഇന്നും ക്യൂ ഔട്ട് എഴുതിയിട്ടുണ്ട്. അതെന്താണ്? ഹലോ, ക്യൂ ഇന്നും ക്യൂ ഔട്ട് എന്താണ്? ക്യൂ ഇൻ എന്ന് പറഞ്ഞെന്താ? ക്യൂ എന്ന് പറഞ്ഞെന്താ? ക്യൂ എന്ന് പറഞ്ഞ എന്താ? എന്തിനുദ്ദേശം നമ്മൾ ക്യൂ എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. ഹീറ്റിന്റെ സിമ്പലാ. അപ്പൊ 2 to 3 എന്ന് പറയുമ്പോഴത്തേനും കമ്പസ്റ്റ് നടക്കണ ഹീറ്റ് കണ്ട, അതാണ് ഈ എഞ്ചിനിൽ വേണ്ട എനർജി കൊടുക്കുന്ന ഹീറ്റ്. ക്യൂ ഇൻ എന്ന് പറയുന്ന ഹീറ്റാണ്. ആ ക്യൂവിനാണ് നമുക്ക് ഇതല്ലേ പിസ്റ്റൺ വർക്ക് ചെയ്യണത് ഈ 3 to 4 അല്ലേ? വർക്കിംഗ് സ്ട്രോക്ക്. അതിനൊരു വർക്ക് ഔട്ട്പുട്ട് കിട്ടും ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ക്യൂ ഔട്ട് എന്ന് പറയുമ്പോഴത്തേനും ഈ വർക്ക് ഒഴിവാക്കിയിട്ടുള്ള പിന്നെയുള്ള ഹീറ്റ് നമ്മൾ റിജക്ട് ചെയ്ത് പോകും, പുറത്തേക്ക് വെറുതെ പോകും അല്ലേ? അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഹലോ, എന്താണ് എഫിഷ്യൻസി? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ആദ്യം ഇപ്പൊ പറഞ്ഞെന്താ എഞ്ചിന്റെ എഫിഷ്യൻസി എന്താണ്? വർക്ക് എന്തുമാത്രം പവർ പ്രൊഡ്യൂസ് ചെയ്യണ അത്രയും പവറാണോ എഫിഷ്യൻസി? പവർ അല്ല, എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. നമ്മൾ എന്ത് കൊടുത്തു അതിൽ എത്ര ഭാഗം നമ്മൾ വർക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണ സാധനമായിട്ട് കൺവേർട്ട് ചെയ്തു, അതിനാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതന്നെ, കൊടുത്ത ഹീറ്റ് മൈനസ്, അതായത് കൊടുത്ത ക്യൂ ഇൻ ബൈ ക്യൂ ഔട്ട്, അതിന്റെ റേഷ്യോ ആണ്. അതായത് ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് എന്ന് പറയുമ്പോഴായിരിക്കും ഔട്ട്പുട്ട് അല്ലെ? അതല്ല ഔട്ട്പുട്ട്. ഇൻപുട്ട് ചെയ്ത ഹീറ്റ് മൈനസ് ഔട്ട്പുട്ട് ചെയ്ത ഹീറ്റ് ആണ് നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഡബ്ല്യു ഔട്ട് എന്ന് എഴുതിയേക്കുന്നത്, ഡിവൈഡഡ് ബൈ ക്യൂ ഇൻ. അപ്പൊ ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് ഡിവൈഡ് ബൈ ക്യൂ ഇൻ. ഇത് തന്നെയാണ് എല്ലാ സൈക്കിളിന്റെ എഫിഷ്യൻസി പറയണത്. ഇതല്ലേ? കുറച്ചുകൂടി വലുതാക്കട്ടെ. ഏത് സൈക്കിൾ എഴുതുമ്പോഴും നമുക്ക് എഴുതാം അതല്ലേ? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അതല്ലെങ്കിൽ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് ബൈ വർക്ക് ഇൻപുട്ട് എഴുതാം.
അവിടെ ഒരു ചെറിയ പ്രശ്നം വരും. ഈ വർക്ക് ഔട്ട്പുട്ട് ബൈ വർക്ക് ഇൻപുട്ട് എന്താണ് വർക്ക് ഔട്ട്പുട്ട് ബൈ വർക്ക് ഇൻപുട്ടിന് ഒരു പ്രശ്നം വല്ലതും ഉണ്ടോ പ്രാക്ടിക്കലായിട്ട്? എടാ വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ പിസ്റ്റണിൽ കുറെ ഫ്രിക്ഷനും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് എനർജി ലോസ് ആവൂലേ? ഹലോ, അപ്പൊ നമുക്ക് അപ്പോ നോക്കുമ്പോഴുള്ള എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും യെസ് ആക്ച്വൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്യൂ ഇന്നും ക്യൂ ഔട്ടും വെച്ചുള്ള റേഷ്യോ ആണ് അതിന്റെ മാക്സിമം എഫിഷ്യൻസി. വർക്ക് ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ പിന്നെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ കുറവ് എഫിഷ്യൻസി കിട്ടുള്ളൂ. ഒരു തെർമൽ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹീറ്റ് ലോസ് തന്നെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് താപനഷ്ടം മൂലം എന്തുകൊണ്ടായിരിക്കും ഈ ഹീറ്റ് എഞ്ചിൻ ഇത്ര ഡിപ്പെൻഡ് ചെയ്യാൻ കാരണം? നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഹീറ്റ് എഞ്ചിൻ ഇത്ര ഡിപ്പെൻഡ് ചെയ്യാൻ കാരണം? എന്താണ്? പവറല്ല, റിലയബിൾ ആണ്. അതായത് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാം, എളുപ്പത്തിൽ ക്യാരി ചെയ്യാം. വേറെ ഒരു എനർജി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും എനർജി ഉണ്ടോ? ഇലക്ട്രിക്കൽ എനർജി അങ്ങനെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുമോ? ഇലക്ട്രിക്കൽ എനർജിയുടെ സ്റ്റോറേജ് ഇത്രയും ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് തെർമൽ എഞ്ചിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതിന്റെ എഫിഷ്യൻസി വൈസ് വളരെ കുറവാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഒരു കാറിൽ റേഡിയേറ്റർ ഉണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആ റേഡിയേറ്ററിന്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ ഹീറ്റ് പുറത്തേക്ക് റിജക്ട് ചെയ്യാൻ. നമ്മൾ കൊടുക്കണ ഹീറ്റ് വെറുതെ ആ റേഡിയേറ്റർ റിജക്ട് ചെയ്യാണ്. ആ റേഡിയേറ്റർ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക എഞ്ചിന്? ഹലോ, എഞ്ചിൻ ഓവറായിട്ട് ചൂടാവും. എന്നാ എഞ്ചിൻ ആവശ്യത്തിന് ചൂടായില്ലെങ്കിലോ എന്ത് പറ്റും? എന്ത് പറ്റൂടാ എഞ്ചിൻ ആവശ്യത്തിന് ചൂടായില്ലെങ്കിൽ? എഫിഷ്യൻസി കുറയും. എന്ത് പറ്റുമെന്ന് വെച്ചാൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവില്ല. എഞ്ചിൻ സ്റ്റാർട്ട് ആയി തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ ഫ്യൂവലിനെ ചൂടാക്കാൻ വേണ്ടി വീണ്ടും എനർജി വെറുതെ പോയിക്കൊണ്ടിരിക്കും. ഒരു ഒപ്റ്റിമം ഹീറ്റ് ഉണ്ടാകുകയും വേണം. എന്നാൽ കുറെ അധികം ഹീറ്റ് കൊടുത്തിട്ടും കാര്യമില്ല, അത് വെറുതെ റിജക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കുറെ ഡ്രോബാക്കുകൾ ഉണ്ടാവും. ഓട്ടോ സൈക്കിളിൽ ഇനി നമുക്ക് ഇതിന്റെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. നമ്മൾ എല്ലാ ഫോർമുലയും പറയുന്ന പോലെ തന്നെ ഇതില് ഞാൻ പറഞ്ഞ ഇത് കണ്ടില്ലേ, ക്യൂ ഇനും ക്യൂ ഔട്ടും കോൺസ്റ്റന്റ് വോളിയം ആണ്. ഈ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചാൽ മതി. കണ്ടില്ലേ, നമ്മൾ ആ ഡയമണ്ടിന്റെ ഒരു സൈഡ് രണ്ട് സൈഡും സ്ട്രെയിറ്റ് ആക്കി എന്ന് വിചാരിച്ചാൽ മതി. കാർനോട്ടിൽ നിന്നുള്ള വ്യത്യാസം ഓരോ സൈക്കിളായിട്ട് ഓർത്തിരിക്കാനായിട്ട് ആ ഡയമണ്ടിന്റെ രണ്ട് ഏരിയ ഒന്നുമില്ലേ സ്ട്രെയിറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ സൈക്കിളായി പി വി ഡയഗ്രത്തിൽ. ഓക്കെ, അപ്പൊ ഈ ക്യൂയിനും ക്യൂ ഔട്ടും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? എന്ത് പ്രോത്സാഹനം മനസ്സിലാവും? ഹലോ, ക്യൂയിനും ക്യൂ ഔട്ടും എന്ത് പ്രോത്സാഹനം മനസ്സിലാവും? ഈ പി വി ഡയഗ്രം നോക്കി എന്ത് മനസ്സിലാവും? കണ്ടാ, വോളിയം അല്ലടാ. വോളിയം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഇതാണ്. ഹലോ, എന്താണ് അതിനർത്ഥം? ആരെങ്കിലും അറിയില്ല. ഈ രണ്ടിലും മൂന്നിലും വോളിയത്തിന് എന്താ സംഭവിക്കണത്? രണ്ടിലെ വോളിയം തന്നെയല്ലേ V2 എന്ന് പറയുന്ന വോളിയം തന്നെയല്ലേ V3 അല്ലേ? സെയിം വോളിയം അല്ലേ രണ്ടിലും മൂന്നിലും? രണ്ടിലുള്ള വോളിയം തന്നെയാണ് മൂന്നില്. സെയിം വോളിയം ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. ഒരു ക്വാണ്ടിറ്റി രണ്ടിലുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും മൂന്നിലുള്ളത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ 1ലും 4ലും 1ൽ എന്ത് ക്വാണ്ടിറ്റി ഉണ്ടോ അതന്നെ ആയിരിക്കും 4ൽ ഉണ്ടാവും. അതല്ലേ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചേക്കണം. അപ്പൊ ആ രണ്ട് പ്രോസസ്സും കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ടോട്ടൽ ഹീറ്റിന്റെ ഫോർമുല എന്നാ? Q ഈസിക്കൽ ടു എന്താണ് ഫോർമുല? ജനറൽ ആയിട്ട് ഹീറ്റിന്റെ ഫോർമുല എന്നാ? സെക്കൻഡ് ലോ അനുസരിച്ച് കൊടുത്ത ഹീറ്റ് ഈസിക്കൽ ടു ഇതെന്നാടാ? ആഷിക് ജോസ് ഒന്നുമില്ലേ? സായൂജ് ഇവരൊന്നുമില്ലേ? ഹീറ്റിന്റെ ഫോർമുല എന്നാ? നിങ്ങൾ വീട്ടിലിപ്പോ കഞ്ഞി തിളപ്പിക്കാനായിട്ട് കുറച്ച് ഹീറ്റ് കൊടുത്താൽ അവിടെ എന്താ സംഭവിക്കുക? അത് മുഴുവൻ അങ്ങടെ അരി വലിച്ചെടുക്കുമോ? ഹലോ, പിന്നെ എന്തൊക്കെ എടുക്കും അത്? കൊറേ ആ കഞ്ഞിക്കലം എടുക്കും അല്ലേ?
അല്ലേ? അതെ സാർ. ആദ്യം കഞ്ഞിക്കലം ചൂടായിട്ടല്ല അരി ചൂടാവുള്ളൂ. അപ്പൊ നിങ്ങൾ എവിടെ അതെ സാർ. ഹീറ്റ് കുറച്ച് ആഡ് ചെയ്താൽ ആദ്യം എന്താ സംഭവിക്കുന്നത്? ആ വസ്തു കുറച്ച് വലിച്ചെടുക്കും. എന്ത് വസ്തുവിലേക്ക് നിങ്ങൾ ഹീറ്റ് കൊടുത്താലും ആ വസ്തു കുറച്ച് വലിച്ചെടുക്കും, അല്ലേ? അതിന് ഇന്റേണൽ എനർജി എന്ന് നമ്മൾ പറയും യു. അപ്പൊ ക്യൂവിന്റെ ഫോർമുല ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹീറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു യു പ്ലസ്, പിന്നെ കഞ്ഞി തിളക്കുമ്പോ കഞ്ഞിക്കലത്തിന്റെ മൂടിയൊക്കെ ഒന്ന് തട്ടിപ്പൊങ്ങൂലേ, ഇല്ലേ? സാർ. അത് മെക്കാനിക്കൽ വർക്ക് അല്ലേ, അതെ. അല്ലേ? അതിനെയാണ് നമ്മൾ പ്രഷർ വോളിയം കൊണ്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എവിടെ ഹീറ്റ് കൊടുത്താലും, ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം വർക്കാണ്. ഇനി കഞ്ഞിക്കല്ലം നിങ്ങൾ കൈ കൊണ്ട് അടച്ചു പിടിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ എന്താ സംഭവിക്കുക? കൈ പൊള്ളും, അതല്ലാതെ എന്താ സംഭവിക്കുക? പ്രഷർ പ്രഷർ കൂടും. വോളിയത്തിന് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യോടാ. കഞ്ഞിക്കല അടച്ചു പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? വോളിയം കോൺസ്റ്റന്റ് ആവും. പ്രഷർ ഇൻക്രീസ് ചെയ്യും, വോളിയം കോൺസ്റ്റന്റ് ആവും. അപ്പൊ എന്ത് സംഭവിക്കും? വർക്ക് സീറോ ആയി പോവില്ലേ? ഇല്ലേ? അവിടെ നിന്നാ. അതാണ് ഞാൻ പറയുന്ന കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ഈസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി. അത് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. മനസ്സിലായപ്പോ? ഇനിയും മനസ്സിലാവണല്ലേ? അപ്പൊ ഈ 2 to 3 4 to 1 എന്താണ്? വർക്ക് ഒന്നും നടക്കണില്ല. ക്യൂ ഈസിക്കൽ ടു ഇന്റേണൽ എനർജിയുടെ ഫോർമുല മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് ഇതുണ്ടല്ലേ MCV, അവിടെയുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ്, അല്ലേ? ഇന്റേണൽ എനർജിയുടെ ഫോർമുല എന്നാ? മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, ഇതിലൊക്കെ പറയണം. ഓക്കെ അല്ലെന്നൊക്കെ പറയാം. ഓക്കെ സാർ. ഓക്കെ അല്ലേ? ഒന്നും മനസ്സിലായ ഓക്കെ പറഞ്ഞോ? അപ്പൊ ക്യൂ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഫോർമുല, എവിടെയെങ്കിലും ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് ഇസിക്കൽ ടു ക്യൂ. ഹീറ്റിന്റെ ഒരു സിമ്പിൾ ആയിട്ട് കൊടുത്തു ക്യൂ ഇസിക്കൽ ടു ഇന്റേണൽ എനർജി യു പ്ലസ് PV. അപ്പൊ അതിൽ കോൺസ്റ്റന്റ് വോളിയം വർക്ക് ആണെങ്കിൽ കണ്ട PdV എന്ന് പറയുമ്പോഴത്തേനും വോളിയം സീറോ ആയി പോയി കഴിയുമ്പോഴത്തേനും പ്രഷർ വോളിയം വർക്ക് ഇല്ല. മനസ്സിലായോ? വോളിയം ചേഞ്ച് ചെയ്താൽ മാത്രമേ അവിടെ വർക്ക് നടക്കുള്ളൂ. അപ്പൊ ഈ രണ്ട് കേസിലും 2 to 3 4 to 1 കോൺസ്റ്റന്റ് വോളിയം ആണ്. അപ്പൊ അവിടെ ഇന്റേണൽ എനർജി ഇസിക്കൽ ടു ക്യൂ ആവും. മനസ്സിലായോ? ഇൻപുട്ട് കൊടുത്തേക്കണ ഹീറ്റ് മുഴുവൻ ഇന്റേണൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ അതിന്റെ ഫോർമുല Q2 to 3 എന്ന് പറയുമ്പോഴത്തേനും മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് T3 മൈനസ് T2. Q41 എന്ന് പറയുമ്പോഴത്തേനും മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു കോൺസ്റ്റന്റ് വോളിയം സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു T4 മൈനസ് T1 ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പൊ ഹീറ്റ് സപ്ലൈഡ് മൈനസ് റിജക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേനും ഇതല്ലേ MCV T4 മൈനസ് T1 ഡിവൈഡ് ബൈ MCV T3 മൈനസ് T1. അപ്പൊ ഇങ്ങനത്തെ ഒരു റേഷ്യോ വരും. അപ്പൊ ഇതിനെ ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. കാർനോട്ട് സൈക്കിൾ അല്ല, ഓട്ടോ സൈക്കിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യണം. അതിനെന്ത് ചെയ്യും? രണ്ട് അഡയബാറ്റിക് പ്രോസസ് ഇല്ലേ? ഹലോ, ഇവിടെ രണ്ട് അഡയബാറ്റിക് പ്രോസസ് ഉണ്ട്. അതായത് ഹീറ്റ് ആഡ് ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യാത്ത രണ്ട് പ്രോസസ്സുകൾ 3 to 4 2 to 1. അതിന്റെ വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള റേഷ്യോ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. കണ്ടില്ലേ? അഡയബാറ്റിക് പ്രോസസ് 1 to 2 നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. T2 by T1 is equal to V2 by V1 gamma minus 1 raised to gamma minus 1. ഹലോ, V1 by V2 എന്ന് പറയുന്നത് നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറയും. വണ്ടിയുടെ കംപ്രഷൻ റേഷ്യോ എപ്പോഴും പറയാറില്ലേ? അപ്പൊ അതിന് T2 is equal to T1 കംപ്രഷൻ റേഷ്യോ റേസ് ടു ഗാമ മൈനസ് 1 എന്ന് എഴുതാലോ? അതിനിപ്പോ ഇക്വേഷൻ 2 എന്ന് പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ അഡയബാറ്റിക് 3 to 4 നമ്മൾ ഇതേപോലെ തന്നെ എഴുതും. T3 by T4 is equal to V4 by V3 raised to gamma minus 1. ഈ V4ഉം V3യും 1ഉം 2ഉം ഈക്വൽ ആണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അല്ലേ അത്? V4 is equal to V1 ഉം V3 is equal to V2 എന്നും ആണ്. ആ ഡയഗ്രം നോക്കി അറിയാം.
അപ്പൊ V1/V2 തന്നെ എഴുതാമല്ലോ. അതിനെ നമ്മൾ കംപ്രഷൻ റേഷ്യോ തന്നെ എഴുതാമല്ലോ. അപ്പൊ T3 = T4 കംപ്രഷൻ റേഷ്യോ R⁻Γ-1 കിട്ടും. ഇനി നമ്മൾ ഈ T3യും ഏതാണ് T3യും പിന്നെ T2 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കേട്ടില്ലേ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? T4 - T1 divided by T4 compression ratio raised to Γ-1 minus T1 into compression ratio raised to Γ-1 എന്ന് വരും. അതിലപ്പോ T4 - T1 എന്ന് പറയുന്നത് പുറത്തേക്ക് എടുക്കാലോ. എടുക്കാം. അപ്പൊ എഫിഷ്യൻസിയുടെ ഫോർമുല എന്താണ്? ഓട്ടോ സൈക്കിളിന്റെ 1 - 1/1 എന്താണ് എഫിഷ്യൻസി? 1 കംപ്രഷൻ റേഷ്യോ റേസ് ടു Γ-1. അപ്പൊ കംപ്രഷൻ റേഷ്യോ കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും ഓട്ടോ സൈക്കിളിന്? എന്ത് പറ്റും? എന്ത് പറ്റും? ഒന്നും പറ്റൂലേ? കംപ്രഷൻ റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്ത് കൂടും? എടാ എഴുതിയേക്കണൊന്നും വായിക്കാൻ പറ്റണല്ലേ? അവിടെ കാണണല്ലേ ഇത്? വായിക്കാൻ പറ്റണ്ട? വായിക്കാൻ പറ്റണല്ലേ? ആ ഓട്ടോ സൈക്കിള് ഇൻക്രീസ് ചെയ്യും. ഓട്ടോ സൈക്കിൾ അല്ലേ, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ വണ്ടിയുടെ ഒക്കെ കംപ്രഷൻ റേഷ്യോ കൂടെ കുറെ കൂട്ടിയിട്ടാ പോരെ? മതി. പിന്നെന്താ അങ്ങനെ ചെയ്യാത്തത്? ഇവിടെ നമ്മൾ ഇതെങ്ങനെ ഫോർമുലയുടെ ഉപയോഗം ഞാൻ പറഞ്ഞത് ഇപ്പൊ ആണല്ലേ. ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഫോർമുല അനുസരിച്ച് എഫിഷ്യൻസി = 1 കംപ്രഷൻ റേഷ്യോ റേസ് ടു Γ-1. അപ്പൊ കംപ്രഷൻ റേഷ്യോ കൂടെ കൂട്ടിയിട്ടാ പോരെ വണ്ടിയുടെ? എഫിഷ്യൻസി കൂടുന്ന് പറയണ്ടേ? നല്ല എഫിഷ്യൻസി ഉള്ള വണ്ടിയല്ലേ നമുക്ക് വേണ്ടത്. ഹലോ, അപ്പൊ എന്താ കംപ്രഷൻ റേഷ്യോ അങ്ങനെ കൂട്ടിയിടാത്ത എന്തുകൊണ്ടാണ്? എത്ര വരെ ഉണ്ട്? എന്തെങ്കിലും കുഴപ്പം കാണും. എന്തായിരിക്കും ആ കുഴപ്പം? എന്തായിരിക്കും കംപ്രഷൻ റേഷ്യോ കൂട്ടി എന്തായിരിക്കും സംഭവിക്കുക എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പെട്രോളാണ് ഡീസലാണ് ഇപ്പൊ എളുപ്പത്തിൽ കത്തണത്? ഇനി ഒരു സിലിണ്ടറിനകത്ത് നമ്മൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു സിലിണ്ടറിനകത്ത് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടും അല്ലേ? അപ്പോ കംപ്രഷൻ റേഷ്യോ കുറെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എഞ്ചിന്റെ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത. യെസ്. അപ്പൊ അതാണ് പ്രശ്നം. അതായത് പെട്രോള് പെട്ടെന്ന് ഇഗ്നൈറ്റ് ചെയ്യും. നമ്മളൊരു പരിധി കൂടുതൽ കംപ്രഷൻ റേഷ്യോ കൂട്ടാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് പറ്റും? പെട്രോൾ ഓട്ടോമാറ്റിക് കത്താൻ തുടങ്ങും. അപ്പൊ എന്ത് പറ്റും? ചില സ്കൂട്ടർ പടപട അടിച്ച് പോണുണ്ടോ? പണ്ടൊക്കെ ഉള്ള സ്കൂട്ടർ അത് മണ്ണെണ്ണ ഒഴിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓർക്കണ്ടോ നിങ്ങൾ? ഈ ലാമ്പ് പോലത്തെ സ്കൂട്ടർ പടപടപടായ നമ്മൾ അടിച്ചിട്ടൊക്കെ പോണം. അപ്പോ ഇതിന് ഇത്രേ ഉള്ളൂ. കംപ്രഷൻ റേഷ്യോ കണ്ടമാനം നമുക്ക് ഒരു ലിമിറ്റ് ഇല്ലാണ്ട് പെട്രോൾ എഞ്ചിനിൽ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോൾ ഓട്ടോമാറ്റിക് കത്തും. സ്പാർക്ക് പ്ലഗിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഡീറ്റോണേഷൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവും. പെട്രോള് വെറുതെ പെട്ടെന്ന് കത്തിയിട്ട് സൗണ്ട് കൂടുതൽ വരും. അതുകൊണ്ടാണ് കംപ്രഷൻ റേഷ്യോ കൂട്ടാതെ. പക്ഷെ കംപ്രഷൻ റേഷ്യോ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടും. അതാണ് ഫോർമുല. പ്രാക്ടിക്കലായിട്ട് കൂട്ടാത്തതിന്റെ റീസൺ ഇതാണ്. പ്രോബ്ലം ചെയ്യാം. അതിനുമുമ്പ് ഡീസൽ സൈക്കിളും കൂടി പറഞ്ഞേക്കട്ടെ. അപ്പൊ പെട്രോൾ എഞ്ചിന്റെ കാര്യം പറഞ്ഞു അല്ലെ?
പെട്രോൾ എഞ്ചിനിൽ രണ്ട് സൈഡിലും കണ്ട പെട്രോൾ എഞ്ചിനിൽ എന്താ പറ്റി, രണ്ട് സൈഡിൽ രണ്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാ. ഈ ആദ്യത്തെ Q2 എന്ന് പറയണത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അതിനെ നമ്മൾ ഡീസൽ സൈക്കിൾ എന്ന് പറയും. കണ്ടില്ലേ? കണ്ടാ ഓരോന്നിന്റെ എവല്യൂഷൻ വന്നാ കണ്ടാ ഇങ്ങനെയാണ്. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കാം, കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേനും PV ഡയഗ്രാം ഒരു ഡയമണ്ട് പോലെ വരയ്ക്കും. അത് കഴിയുമ്പോഴത്തേനും ഓട്ടോ സൈക്കിൾ എന്താ, രണ്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആവും. അപ്പൊ രണ്ട് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. അത് കഴിയുമ്പോഴത്തേനും ഒരു കോൺസ്റ്റന്റ് വോളിയം മാറി ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആകുമ്പോഴത്തേനും ഡീസൽ സൈക്കിൾ ആയി. കണ്ടില്ലേ? PV ഡയഗ്രാം കണ്ടല്ലോ. ഹലോ ഹലോ കേക്കണില്ലേ? മനസ്സിലാവണില്ലേ പറയണത്? ഹലോ മനസ്സിലാവുന്നുണ്ട് സാർ. ആരുടെ ഇത് ആരുടെ ആഷിഖ് ജോസാണ്? ആ അതെ അതെ. ആ മനസ്സിലാവില്ലെങ്കിൽ ചോദിക്കാം, പിന്നെ പറയാം. അപ്പൊ നമ്മുടെ കോൺസ്റ്റന്റ് ഓട്ടോ സൈക്കിളിന്റെ പ്രശ്നങ്ങളും പറഞ്ഞു, ഓട്ടോ സൈക്കിളിന്റെ ഡെറിവേഷൻ പറഞ്ഞു. എഴുതി നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, എഴുതി നോക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡീസൽ സൈക്കിളിൽ ഒരു കുഴപ്പമുള്ളത് കണ്ടില്ലേ? കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ? ഇവിടെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് അല്ലേ, ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന് എന്താ ഒരു കുഴപ്പം? രണ്ട് വോളിയം ഉണ്ട് കണ്ടാ അല്ലേ? Q2 എന്ന് പറയുന്ന ഒരു വോളിയം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ എന്താ പറയുക, കൊടുക്കണ ഹീറ്റ് Q = U + PdV എന്ന് പറയുന്ന ഈ dV ഉണ്ട്. അപ്പൊ അവിടെ വർക്കും കൂടി കിട്ടുന്നുണ്ട് അല്ലേ? അല്ലേ? അങ്ങനെ ഒരു ഐറ്റം കൂടി കിട്ടുന്നുണ്ട് അല്ലേ? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ അല്ലേ? അതെ സാർ. അപ്പൊ അതിനർത്ഥം എന്താ, ഇതിന് കുറച്ചും കൂടി എഫിഷ്യൻസി കൂടുതലാണ്. ഡീസൽ സൈക്കിളിന് എഫിഷ്യൻസി കൂടുതലാണ്. അതിൽ 2:3 എന്ന് പറയണ ഈ വോളിയം റേഷ്യോനെ നമ്മളൊരു കാര്യം പറയും, കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയും. 2:3 എന്ന് പറയണ റേഷ്യോനെ നമ്മൾ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, വേണമെങ്കിൽ ഇത് നോക്കി പഠിക്കാം. ഞാൻ ഇതിന്റെ ഡെറിവേഷൻ പറയുന്നില്ല, പറഞ്ഞാൽ വെറുതെ ഓൺലൈനിൽ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് സമയം കളയാന്നല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഫൈനൽ ഇതല്ല, ഇതാണ് എഫിഷ്യൻസിയുടെ ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസിയുടെ ഫോർമുല. അതിൽ ഈ 6 കണ്ട ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി ഇൻറ്റു 1/γ⁻⁴. ഇവിടെ ഒരു 5 എന്ന് എഴുതി, 5 എന്നാണ് എഴുതിയേക്കണം. 5 കണ്ട കാണണ്ട? എഫിഷ്യൻസി = ഓട്ടോ സൈക്കിളിന്റെ പോലെ തന്നെ കട്ട് ഓഫ് റേഷ്യോ അല്ല, കംപ്രഷൻ റേഷ്യോ 6. അത് കൂടുന്നതനുസരിച്ച് ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി കൂടും. അത് കൂടാതെ ഒരു റേഷ്യോ കൂടി വരും. ഈ 5 എന്ന് എഴുതിയേക്കണ അതേ ഇത് കണ്ട, അതിനെയാണ് നമ്മൾ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയാ. കട്ട് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ V3/V2 ഇതല്ലേ? ഓക്കെ, ഇതല്ലേ 3:2. കേട്ടാ, ഈ 2:3 റേഷ്യോനെയാണ് നമ്മൾ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയണത്. ഹലോ, അപ്പൊ ഡീസൽ സൈക്കിളിന്റെ ഡെറിവേഷൻ ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അത് ചോദിക്കുകയാണെങ്കിൽ 15 മാർക്കിന്റെ ചോദ്യം ആയിരിക്കും. എഫിഷ്യൻസി = കംപ്രഷൻ റേഷ്യോ ഇൻറ്റു കട്ട് ഓഫ് റേഷ്യോ കൂടി വരും. അപ്പൊ കട്ട് ഓഫ് റേഷ്യോ കൂടുന്നതനുസരിച്ച് ഇത് ഇൻറ്റു ആണ്. കട്ട് ഓഫ് റേഷ്യോ കൂടുന്നതനുസരിച്ചും ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി കൂടും. ഹലോ സാർ, അജ്മലിനെ ഒന്ന് അഡ്മിറ്റ് ചെയ്യാന്ന് ചോദിക്കണ്ടേ? അപ്പൊ ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി ഉണ്ടാ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യവും കൂടി കൂട്ടിയിട്ടാണ് ഇൻറ്റു എന്ന് പറയുമ്പോഴത്തേനും കട്ട് ഓഫ് റേഷ്യോ കൂടുമ്പോഴത്തേനും ഡീസലിന്റെ
ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി കൂടും. അപ്പൊ ഇവിടെ കണ്ട ഈ 2 to 3 എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യണ ഈ സ്പേസിനെയാണ് നമ്മൾ പറയുന്നത്. കണ്ട രണ്ടില് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യും, മനസ്സിലായോ? ഇല്ലേ? ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോ അത് കത്തി തുടങ്ങൂലേ? കത്തി തുടങ്ങി 3 വരെ കത്തും. അപ്പൊ ആ ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യണ ടൈം പീരീഡ് കുറെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എഫിഷ്യൻസി കൂടുതൽ കിട്ടും. മനസ്സിലായോ? ഹലോ, അതും കൂട്ടുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അത് കൂട്ടുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോടാ? അതും ഒരു പരിധി കൂടുതൽ കൂട്ടാൻ പറ്റുമോ? ഒരു സിലിണ്ടറിനകത്ത് ഉള്ള എയറിന്റെ അത്രയും റേഷ്യോയിലല്ല അത് കൂട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. കുറെ ഡീസൽ കുത്തിക്കയറ്റി വെക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല ഇല്ല. ഹലോ, പറ്റൂല. പറ്റുമോ? ചിലപ്പോ ഒന്ന് പറയടാ, പറ്റുമോ പറ്റില്ല? പറ്റില്ല. ഇനി ഡീസൽ എഞ്ചിനിൽ പെട്രോൾ ആണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യോ? ഇല്ല. എന്താ വർക്ക് ചെയ്യാത്തത്? പെട്രോൾ എയർ ഫ്യൂലും മിക്സ് ചെയ്ത് കൊടുക്കണേ. ഡീസലിന് മിക്സ് ചെയ്യാണ്ട് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീസൽ എഞ്ചിനിൽ വർക്ക് ചെയ്യൂലേ? ഈ നമ്മൾ നേരത്തെ പഠിച്ച് കംപ്രഷൻ റേഷ്യോ കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് എഫിഷ്യൻസി കൂടും. അപ്പൊ പെട്രോൾ ഡീസലിൽ ഉപയോഗിച്ച് എന്താ പറ്റുക? ഡീസൽ എഞ്ചിനിൽ ഉപയോഗിച്ച് എന്താ പറ്റുക? ഡീസൽ എഞ്ചിന്റെ ഒരു കുഴപ്പം എന്താ? കംപ്രഷൻ റേഷ്യോ കൂടുതലല്ലേ? അല്ലേ? ഡീസൽ എഞ്ചിനിൽ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാല് വർക്ക് ചെയ്യാണ്ടൊന്നും ഇരിക്കൂല. എന്തായിരിക്കും സംഭവിക്കുക? ഹയർ കംപ്രഷൻ റേഷ്യോയിൽ പ്രീ ഇഗ്നിഷൻ നടക്കും, സൗണ്ട് ഉണ്ടാവും. വീട്ടിൽ കാറിൽ വേണമെങ്കിൽ ഓടിച്ചു നോക്കാം, നടക്കില്ലെന്നറിയാം. കാറോ ബൈക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഓടിക്കാം. പക്ഷെ നമ്മള് പെട്രോള് എഞ്ചിനിൽ ഡീസൽ ഒഴിച്ച് ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാര്യം? എന്തായിരിക്കും കാര്യം? എന്തായിരിക്കും? ഡീസൽ കത്താനുള്ള ടെമ്പറേച്ചർ കിട്ടൂല. കംപ്രഷൻ റേഷ്യോ പെട്രോൾ എഞ്ചിനിൽ കുറവല്ലേ? അപ്പൊ ഒരിക്കലും അത് കത്തൂല. മനസ്സിലായോ? ഓക്കെ. അപ്പൊ പെട്രോൾ എഞ്ചിനിൽ എന്തുകൊണ്ട് സ്പാർക്ക് പ്ലഗ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ഒരു പരിധി കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ പ്രീ ഇഗ്നിഷൻ നടക്കും. ഇനി കംപ്രഷൻ റേഷ്യോ പ്രീ ഇഗ്നിഷൻ നടക്കുന്നതിന് മുമ്പ് വരെ വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഒട്ട് കത്തുകയില്ല. മനസ്സിലാണ്ടോ? അപ്പൊ പെട്രോൾ കത്തിക്കാനായിട്ടാണ് സ്പാർക്ക് പ്ലഗ് അതുകൊണ്ടാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഒപ്റ്റിമം എഫിഷ്യൻസിയിൽ കത്തിക്കാൻ വേണ്ടിയാണ് സ്പാർക്ക് പ്ലഗ് കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പൊ ജൂൾ സൈക്കിൾ, അടുത്ത ജൂൾ സൈക്കിൾ. ഈ സൈക്കിൾ തന്നെയാണ് ബ്രൈറ്റൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് കൺസിസ്റ്റ് ഓഫ് 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. അപ്പൊ ഡീസൽ എഞ്ചിനിൽ നമ്മൾ കണ്ടില്ലേ, ഓട്ടോയിൽ എത്തിക്കഴിഞ്ഞപ്പോ മോളിലത്തെ ഒരെണ്ണം കോൺസ്റ്റന്റ് പ്രഷറായി, പിന്നെ ജൂൾ എത്തിക്കഴിയുമ്പോഴത്തേന് 2 കോൺസ്റ്റന്റ് പ്രഷറായി. പ്രശ്നമൊന്നുമില്ലല്ലോ, ഇങ്ങനെ വരച്ചു പോയാൽ മതി. പ്രഷർ TV ഡയഗ്രം ഓർത്താൽ മതി, കുഴപ്പമില്ലല്ലോ.